5-ാം നൂറ്റാണ്ടിലെ അയർലൻഡിലെ ഒരു ക്രിസ്ത്യൻ മിഷണറിയും ബിഷപ്പുമായിരുന്നു സെന്റ് പാട്രിക്. സെന്റ് പാട്രിക് തന്നെ എഴുതിയതായി പറയപ്പെടുന്ന പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് അദ്ദേഹത്തെ പറ്റി കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നത്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ വേറെ പുസ്തകങ്ങളൊന്നും അദ്ദേഹത്തെ പറ്റി എഴുതപ്പെട്ടിട്ടില്ല. അദ്ദേഹം ജനിച്ചത് ഒരു ബ്രിട്ടീഷ് റോമന കുടുംബത്തിലാണ്. അതായത് അന്ന് ബ്രിട്ടൻ ഒക്കെ റോമ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. ഒരു കാലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഡീക്കറായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മേവിൻ ഷുക്കാറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിന്നീട് ഒരു ക്രിസ്ത്യൻ പുരോഹിതനായ ശേഷമാണ് പാട്രിക് എന്ന പേര് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ പുസ്തകം അനുസരിച്ച് 16-ാം വയസ്സിൽ അദ്ദേഹത്തെ കൊള്ളക്കാര് തട്ടിക്കൊണ്ടു പോവുകയും അദ്ദേഹം അയർലൻഡിലെ സ്കോട്ട്ലൻഡിലെ ബ്രിട്ടനിലെ സ്കോട്ട്ലൻഡിൽ നിന്ന് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ അടിമയായിട്ട് ഈ ആൾക്കാർ വിറ്റു. ആ അടിമയായിട്ട് വിറ്റത് ഇപ്പോഴത്തെ അയർലൻഡിലേക്കാണ് അദ്ദേഹത്തെ അടിമയായിട്ട് വിറ്റുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 6 വർഷക്കാലം അദ്ദേഹം ഇവിടെ അടിമയായിട്ട് ആട്ടിടയനായിട്ട് ഈ അയർലൻഡിൽ ജോലി ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിന് ഒരു വെളിപാട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ഒരു വെളിപാട് കിട്ടി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സ്വരം അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന് വിളി ഉണ്ടായി. അതായത് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഒരുക്കി തരികയാണ്. നീ നേരെ കടൽ തീരത്തേക്ക് ഓടി ചെല്ലുക. അവിടെ ഒരു കപ്പൽ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കിടപ്പുണ്ടാവും. നീ ആ കപ്പലിൽ കയറി നിന്റെ സ്വദേശത്തേക്ക് രക്ഷപ്പെടുക. ഇതായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്വപ്നം, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ്. അങ്ങനെ തിരിച്ച് സ്കോട്ട്ലൻഡിലെത്തിയ അദ്ദേഹം അവിടെ തന്നെ പഠിക്കുകയും പിന്നീട് ഒരു ക്രിസ്ത്യൻ പുരോഹിതനായി ബിഷപ്പായി മാറിയതിനു ശേഷം അദ്ദേഹത്തിന് വീണ്ടും ഒരു ദർശനം ഇങ്ങനെ ഉണ്ടാവുകയാണ്. അതായത് താൻ അടിമയായി ജീവിച്ചിരുന്ന ഈ അയർലൻഡിലെ ഒരു ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി ഒരു മിഷണറി ആവശ്യമുണ്ട്. ആ മിഷണറിയായിട്ട് ഞാൻ പോവുകയാണ്, എന്നെ അയർലൻഡിന് ആവശ്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് ഉള്ളിൽ തോന്നുകയും അദ്ദേഹം തിരിച്ച് ഈ പറയുന്ന ക്രിസ്തുവിന്റെ സുവിശേഷം കൊണ്ട് ഈ അയർലൻഡിലേക്ക് വന്ന് ഇവിടെ അന്ന് സെൽറ്റിക് പേഗൻ മതമായിരുന്നു അയർലൻഡിലെ ഈ ക്രൈസ്തവ ചരിത്രത്തിന് മുമ്പ് ഈ അയർലൻഡിലൊക്കെ പേഗൻ മതമായിട്ടുണ്ടായിരുന്നു. പേഗൻ മതത്തിലുള്ള ആൾക്കാരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിക്കുകയും അവരെ ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അങ്ങനെയാണ് അദ്ദേഹം അയർലൻഡിന്റെ ഒരു ദേശീയ മധ്യസ്ഥൻ, അല്ലെങ്കിൽ അയർലൻഡിന്റെ അപ്പസ്തോലൻ എന്ന പേരിൽ അറിയപ്പെടാനൊക്കെ കാരണമായി തീർന്നു. ഈ സഭയുടെ പാരമ്പര്യത്തിൽ പറയുന്നത് അദ്ദേഹം മാർച്ച് 17-ാം തീയതി മരിച്ചു എന്നാണ്. ആ മരിച്ച ഓർമ്മയ്ക്കായിട്ടാണ് ഈ സെന്റ് പാട്രിക്കിനെ നടത്തിയിരുന്നത്. മുമ്പ് ഈ സെന്റ് പാട്രിക്കിന്റെ ഒരു വിശ്വാസപരമായ ഒരു പള്ളികളിൽ വിശ്വാസത്തോട് റിലേറ്റഡ് ആയ ഒരു ഓർമ്മ പുതുക്കലും, അല്ലെങ്കിൽ സെന്റ് പാട്രിക്കിനോട് പ്രാർത്ഥനാ ദിനമൊക്കെ ആയിട്ടായിരുന്നു പള്ളികളിലായിരുന്നത് ആദ്യം ആചരിച്ചിരുന്നത്. പിന്നീടാണത് ഇന്ന് നമ്മൾ ഈ കാണുന്ന പോലെ ഒരു സോഷ്യലൈസ് ചെയ്ത് വിവിധ തരത്തിലുള്ള കൾച്ചറൽ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് മാറുന്നത്. ആദ്യത്തെ സെന്റ് പാട്രിക് ദിനാഘോഷം 1600 അമേരിക്കയിലെ ഫ്ലോറിഡയിൽ സെന്റ് അഗസ്റ്റിൽ സ്പാനിഷ് കോളനിയിലായിരുന്നു എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. ശരിക്കും നമ്മളിപ്പോൾ ചിന്തിച്ചാൽ അയർലൻഡിലല്ല ഈ സെന്റ് പാട്രിക് ആഘോഷത്തിന് തുടക്കം, മറിച്ച് അമേരിക്കയിലാണ്. കാരണം ഇവിടെ നിന്നും ഒരുപാട് മൈഗ്രൻ്റ് ആയിട്ടുള്ള ഐറിഷുകാർ അന്ന് അമേരിക്കയിൽ കുടിയേറി താമസിക്കുകയും അവരുടെ ഇടയിലാണ് ഇത്തരം ഒരു സെന്റ് പാട്രിക് പരേഡും ആഘോഷങ്ങളും ഉടലെടുക്കുന്നതും. പിന്നീടാണ് അത് അയർലൻഡിലേക്ക് വരുന്നത്. 1601 മാർച്ച് 17-ലാണ് ആദ്യത്തെ സെന്റ് പാട്രിക് പരേഡ് നടന്നതെന്ന് പറയപ്പെടുന്നു. ഇതിനൊന്നും കൃത്യമായ രേഖകളില്ല. ഇതൊക്കെ ചില കൊളോണിയൽ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് മാത്രം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അയർലൻഡിലെ ആദ്യത്തെ സെയിന്റ് പാട്രിക് പരേഡ് നടന്നത് കൗണ്ടി വാട്ടർഫോർഡിൽ 1903-ലാണ് എന്ന് ചരിത്ര രേഖകൾ പറയുന്നു. എങ്കിലും അതിനു മുമ്പും ഇവിടെ നടന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കൗണ്ടി കിൽക്കരിയിലും അതുപോലെ ഡിംഗിലും ഒക്കെ സെയിന്റ് പാട്രിക് പരേഡ് നടന്നിട്ടുണ്ട് എന്നും വ്യത്യസ്തമായ വാദങ്ങളുണ്ട്. സാധാരണയായി ഈ പരേഡുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൈന്യവും അഗ്നിശമന സേനകള്, സാംസ്കാരിക സംഘടനകള്, ചാരിറ്റബിൾ സംഘടനകൾ, അതുപോലെ യുവജന ഗ്രൂപ്പുകള്, അതുപോലൊക്കെ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടൊക്കെയാണ് നമ്മുടെ പലതരം കമ്മ്യൂണിറ്റികൾ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ മറ്റു രാജ്യങ്ങളിലുള്ള കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ട്. അവരൊക്കെയും അവരുടെ ആ ഒരു സാന്നിധ്യം ഈ പറയുന്ന പരേഡിൽ അവർ ഉറപ്പാക്കാറുണ്ട്. സാഹോദര്യവും സമത്വവും സെക്യുലറിസവും ഒക്കെ വിളിച്ചു പോരുന്ന മനോഹരമായ ഒരു പരേഡാണിത്. ഈ സെയിന്റ് പാട്രിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഷംറോക്കുകൾ ചെടി, അതുപോലെ പച്ച വസ്ത്രങ്ങള്, ആ പച്ച നിറത്തിലുള്ള ആഭരണങ്ങള്, ഇതൊക്കെ ഈ പരേഡുമായിട്ടും വിശുദ്ധനുമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ സെയിന്റ് പാട്രിക്കിനെ ആ ഒരു സ്റ്റാച്യു പിക്ചറൊക്കെ എടുത്താൽ അദ്ദേഹത്തിന്റെ കയ്യിൽ
ഒരു കയ്യിൽ കുരിശും അല്ലെങ്കിൽ ഒരു കയ്യിൽ കുരിശും മറു കയ്യിൽ ഒരു ഷംറോക്ക് ചെടിയും കാണാം. അതായത് ഷംറോക്ക് ചെടിക്ക് 3 നിലയാണ്. ഈ 3 നില അദ്ദേഹം ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് ത്രിത്വത്തെ ഈ ജനതയ്ക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് 3 നില അദ്ദേഹം ഉപയോഗിച്ചതായിട്ട് പറയുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ആ ത്രിത്വത്തെ അവർക്ക് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഷംറോക്കിന്റെ ചെടി ഉപയോഗിച്ചതായി പറയുന്നു. ഇതിനു മുമ്പ്, അതായത് ക്രിസ്തുമതത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പേഗൻ മതത്തിന്റെ ഹിസ്റ്ററി എടുത്താലും അവർക്ക് ത്രിമൂർത്തികളാണ് ഉണ്ടായിരുന്നത്. 3 ആരാധനാമൂർത്തികളാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇതൊക്കെ ചരിത്രമായിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു കാര്യമാണ്. 1903 ഐറിഷ് MP ജെയിംസ് ഒമാന് അവതരിപ്പിച്ച ഒരു യുണൈറ്റഡ് കിങ്ഡം പാർലമെന്റിൽ ഒരു റൂള് അവതരിപ്പിക്കട്ടെ. ആ ഒരു ആക്ട് പ്രകാരമാണ് നമുക്ക് അയർലൻഡിലെ സെന്റ് പാട്രിക്കിന്റെ ഹോളിഡേ ആയിട്ട് പറയുന്നത്. മറ്റൊരു രസകരമായ ചരിത്രം, ഐറിഷ് ഐതിഹ്യം അനുസരിച്ച് സെന്റ് പാട്രിക്ക് ആ സർപ്പങ്ങളെ ചിതറിക്കുകയും കടലിലേക്ക് ഓടിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ എന്തുമാത്രം ശാസ്ത്രീയമായ സത്യമുണ്ടെന്നറിയില്ല. പക്ഷേ ഈ അയർലൻഡ് മറ്റു ദ്വീപുകളിൽ നിന്ന് ഒറ്റപ്പെട്ട ദ്വീപാണ്. ചുറ്റും വെള്ളത്താൽ ഒറ്റപ്പെട്ട ഒരു ദ്വീപായതിനാൽ ഇവിടെ പാമ്പുകൾക്ക് വരാനോ ഇവിടെ ജീവിക്കാനുള്ളൊരു കാലാവസ്ഥ അല്ല എന്ന് തോന്നുന്നു. എന്തായാലും അയർലൻഡിൽ പാമ്പുകളെ കാണാനില്ല എന്നുള്ളൊരു സത്യമായ വസ്തുതയാണ്.